എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പണം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ആക്രാന്തം കാണിക്കാറില്ല. കോളേജിലൊക്കെ പറയും കുട്ടികളോട്, നിങ്ങൾ സംരംഭം തുടങ്ങൂ. അപ്പോൾ ഞാൻ പതുക്കെ അതിനെതിരാണ്. ഞാൻ ഓടിട്ട ഷെഡിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊന്നും അറിയിക്കാതെ ഇത് എൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ ഒരു പകിട്ട് വരുത്തി ഒരു ബ്രാൻഡൊക്കെ ഇട്ട് അത് പ്രോപ്പറായിട്ട് പ്രൊജക്റ്റ് ചെയ്തു കൊണ്ടായിരിക്കണം ബ്രാൻഡ് പയ്യെ പൊങ്ങി വന്നു. വില കുറച്ച് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്ത് മാർക്കറ്റ് പിടിക്കുന്ന ഒരാശയം ഇതിനോട് ഞാനിപ്പോഴും എതിരാ. ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കെന്തോ ഒരു അമിതമായിട്ടുള്ള ഒരു വിശ്വാസം. എൻ്റെ പ്രോഡക്റ്റ് അങ്ങനെ ഇനിയൊന്നും കേടാവില്ല. അമിതാഭ് ബച്ചന് പണം കൊടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറയിച്ചാൽ പോലും വിജയിക്കണമെന്നില്ല. പ്രോഡക്റ്റിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ. നടക്കാതെ പോയതിനെ പറ്റി ഞാനങ്ങനെ ഓർത്ത് സങ്കടപ്പെടാറില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊച്ചൗസേപ്പ് ചിറ്റലപ്പള്ളി സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സാറ് ചെറുപ്പത്തിൽ മണ്ണെണ്ണ വിളക്കിൽ തുടങ്ങി ഇപ്പോൾ AI വരെ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ പറയുമല്ലോ, മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പഠിച്ചു, തിരിയുടെ വെളിച്ചത്തിൽ പഠിച്ചു എന്നൊക്കെ. അപ്പോൾ കറണ്ട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ സാറ് കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ AI എത്തി നിൽക്കുന്നു. ഈ ഒരു യാത്ര സാറിനെ എങ്ങനെയാണ് പരുവപ്പെടുത്തിയത്? അപ്പോൾ താങ്ക് യു ക്രിസ്റ്റീന. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവാം, എനിക്കൊരു 75 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ആ നാട്ടിൽ, ആ കരയിലേക്ക് ഇലക്ട്രിസിറ്റി വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും കറണ്ട് ഉണ്ടാകുമായിരുന്നു. എനിവേ, അത് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആ കരയിലേക്ക് കണക്ഷൻ, ഈ ഇലക്ട്രിസിറ്റി വരുന്നതും അവിടെ വീടുകളിലൊക്കെ കണക്ഷൻ കൊടുക്കുന്നതും. അതൊരു അത്ഭുതമൊന്നുമല്ല. ഞാനീ സംസാരിക്കുന്നത് 50s കാര്യമാണ്, 1950s. താനൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അന്ന് ഇന്ത്യയിലെ മിക്ക ഗ്രാമങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഗതി. പിന്നെ ഓഫ് കോഴ്സ് അതുപോലത്തെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു. അപ്പോൾ ആദ്യത്തെ ഞാനൊരു 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അവിടെ ഇലക്ട്രിസിറ്റി വരുന്നത്. അതുവരയ്ക്ക് മണ്ണെണ്ണ വിളക്കായിരുന്നു അവിടുത്തെ ആശ്രയം വീട്ടിൽ. അത് കഴിഞ്ഞ് ഇത്രയൊക്കെ പ്രായം കഴിഞ്ഞപ്പോൾ, ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി എനിക്ക് ടെക്നോളജി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക്സിൽ ഞാൻ ഇതുപോലെ സ്പെഷ്യലൈസേഷൻ ചെയ്തപ്പോഴും അന്ന് വാൽവ് റേഡിയോ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ട്രാൻസിസ്റ്റർ റേഡിയോ, അതെല്ലാം അങ്ങനത്തെ കൊച്ചു ഇലക്ട്രോണിക്സ് സാധനങ്ങളുണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. പക്ഷെ അന്നപ്പോൾ പ്രൊഫസർമാർ പറയും അമേരിക്കയിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രൊഫസർക്ക് തന്നെ അറിയില്ല എന്താണ് കമ്പ്യൂട്ടർ എന്ന്. ആ ഒരു കാലം ഒക്കെയായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പോലും. അപ്പോൾ ഇതെല്ലാം കാണാൻ പറ്റിയെന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ. സാറിന് എപ്പോഴും ഒരു ബിസിനസ്സുകാരന് എന്നതിലുപരി ഒരു നല്ല ഹ്യൂമൻ ബീങ് എന്ന രീതിയിലാണ് സൊസൈറ്റി അടയാളപ്പെടുത്താറ്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് സാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ജനം ഓരോരുത്തരെ ഇങ്ങനെ വിലയിരുത്തുന്നുണ്ടായിരിക്കും. അതിപ്പോൾ നാച്ചുറലി. അപ്പോൾ ഞാൻ കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസിലും ഇൻവോൾവ്ഡായി, ചാരിറ്റബിൾ ആക്ടിവിറ്റീസിലും ഇൻവോൾവ്ഡായി. അതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ ഇൻഡസ്ട്രികൾ കുറവായതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി. കാരണം നമ്മളിവിടെ ഈ ടേൺ ഓവറൊക്കെ വെച്ച് നമ്മളൊരു ശ്രദ്ധിക്കപ്പെടുന്ന ആളായി. നേരെ മറിച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഈ ഗാർഡൻ്റെ ടേൺ ഓവർ ഇപ്പോൾ 5,000 crores ഒക്കെയാണ്. ഈ 5,000 crores ഒക്കെ ബോംബെയിൽ വലിയ വിഷയമൊന്നുമല്ല. അതേസമയം കേരളത്തിൽ അത് വലിയൊരു സംഭവമാണെന്ന് പറയും. അങ്ങനെയുള്ളൊരു, അപ്പോൾ കേരളത്തിൻ്റെ ബാക്ക്വേർഡ്നെസ് ഇൻ ഇൻഡസ്ട്രി എനിക്കൊരു ഗുണം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഓൺ അതുപോലെ സാറിൻ്റെ ബിസിനസ് ആരംഭിക്കുന്നത് സ്റ്റെബിലൈസറിലൂടെയാണ്. ഇതിപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. എങ്കിലും ശരിക്കും അന്ന് ഹൈ വോൾട്ടേജ് വന്ന് നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ആയിട്ടുള്ളത് TV, ഫ്രിഡ്ജ് ഇതൊക്കെ അടിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം സാറ് കൃത്യമായിട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നം കണ്ടെത്തി അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണോ ഒരു ട്രെൻഡ്, ആ ട്രെൻഡിനെ ഫോക്കസ് ചെയ്തിട്ട് ആളുകൾ ബിസിനസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഈ രീതി മികച്ച ഒരു രീതിയായിട്ട് സാർ കാണുന്നുണ്ടോ? അതായത് നമ്മൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഒരു ട്രെൻഡിന് പുറകെ നമ്മൾ പോകാൻ പാടുണ്ടോ? ഞാനൊരു
ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറല്ല, ഞാനൊരു ബിസിനസ് അഡ്വൈസറല്ല. ഞാൻ എൻ്റെ ഒരു പാതയിൽ കൂടെ മുന്നോട്ട് പോയെന്ന് മാത്രം. അതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോഴോ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവണമെന്ന് വിചാരിച്ച ആളല്ല. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സയൻറ്റിസ്റ്റ് ആവുക എന്നൊക്കെയാണ്. കാരണം സയൻസിനോട് താല്പര്യം കൂടുതലായിരുന്നു. ഞാൻ ISROയിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. പക്ഷേ കിട്ടിയില്ല. കിട്ടിയതൊരു ചെറിയ കമ്പനിയിലൊരു ചെറിയ ജോലിയായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തു. ഞാൻ പറയും, ആ ഒരു 3 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് എത്രയോ 7 കൊല്ലം കോളേജിൽ പഠിച്ചു. പ്രീ ഡിഗ്രി, ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിനേക്കാളൊക്കെ എനിക്ക് ആത്മധൈര്യം തന്നതും ലോകപരിചയം തന്നതും ആ 3 വർഷത്തെ ആ ഒരു ചെറിയ ജോലിയായിരുന്നു. അപ്പോൾ അത് റിസൈൻ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രവൃത്തി പരിചയം ഉള്ളത് കൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്ന് ഞാൻ പലയിടത്തും പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയും, കോളേജിലൊക്കെ പറയും കുട്ടികളോട്, നിങ്ങൾ സംരംഭം തുടങ്ങൂ. അപ്പോൾ ഞാൻ പതുക്കെ അതിനെതിരാണ്. ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കരിയർ നശിപ്പിക്കല്ലേ. നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നോക്ക്, മാർക്ക് വാങ്ങിക്കുക, എവിടെയെങ്കിലും ജോലി ചെയ്യുക, ജോലി ചെയ്ത എക്സ്പീരിയൻസ് നേട്, എന്നിട്ടാവാ നീ. ലൈഫ് നീണ്ടു കിടക്കുകയല്ലേ. എനിവേ, പലർക്കും നല്ല ആശയങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ലോകപരിചയം ഉണ്ടായത് നല്ലതല്ലേ. പിന്നീട് എപ്പോഴെങ്കിലും സാറ് ISROയിലോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, കാരണം ഞാൻ ഇതേമാതിരി ബിസിനസ്സിലേക്ക് ഇറങ്ങി. അന്നും ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് സ്റ്റെബിലൈസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഒരു പ്രോഡക്റ്റ് തുടങ്ങണം. ആ പ്രോഡക്റ്റ് അപ്പോൾ അന്ന് കെൽട്രോണിന് ഈ പ്രോഡക്റ്റ് ഉണ്ട്, നെൽക്കോ ടാറ്റ കമ്പനിയായിരുന്നു. അപ്പോൾ ആ ബ്രാൻഡ് പോലും ഇല്ല. എനിവേ അവർക്കുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിനും ഉണ്ടായിരുന്നു. അവരതിനകത്ത് വലിയ താല്പര്യം കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ടെക്നോളജിയും ഡീറ്റെയിലൊക്കെ എനിക്ക് അവിടെ നിന്നുകൊണ്ട് മനസ്സിലാക്കാനും പറ്റി. അപ്പോൾ നമ്മുടെ സ്ഥാപനം അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിന് സാമ്പത്തിക ഞെരുക്കം. അപ്പോൾ എൻ്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇത് തുടങ്ങി. അല്ലാതെ ഞാനിങ്ങനെ ഒത്തിരി ഇതിന് ഭാവിയുണ്ടെന്ന് വിചാരിച്ച് തുടങ്ങിയതൊന്നുമല്ല. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സാധാരണക്കാരൻ കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചിറ്റിലപ്പള്ളി ബ്രാൻഡിൻ്റെ സാധനം ഉണ്ടോ എന്ന് ചോദിച്ച് വാങ്ങുമായിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം നമ്മൾ പരസ്യം ചെയ്യാതെ ഒരു ബ്രാൻഡ് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് സാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? അല്ല, അത് പടിപടിയായിട്ട് വളർന്നു വന്ന ഒരു ഗുഡ് വില്ലാണ് അത്. അല്ലാതെ ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നമുക്കൊരു ഗുഡ് വിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ 49 വർഷവും കഴിഞ്ഞു. നിങ്ങളുടെ അടുത്ത വർഷം 50-ാം വർഷമാണ്. അപ്പോൾ ആദ്യമൊന്നും എന്നെ ആരും അറിയില്ലായിരുന്നു. പേര് കൊണ്ടും അറിയില്ലായിരുന്നു, ബ്രാൻഡ് കൊണ്ടും അറിയില്ലായിരുന്നു. പയ്യെ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചു. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന് എന്തുകൊണ്ടോ എനിക്ക് തോന്നിയിരുന്നു. കാരണം എനിക്ക് ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗോദ്രേജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതുപോലെ ബജാജ് അങ്ങനെയൊക്കെയുള്ള ബ്രാൻഡുകൾ, അവരുടെ നീക്കങ്ങൾ അതൊക്കെ വായിക്കാൻ ശ്രമിച്ചിരുന്നു, പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോഡക്റ്റ്, എസ്പെഷ്യലി ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ, നമുക്ക് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഒരു ഓടിട്ട ഷെഡിലാണ് ഇത് ഉണ്ടാക്കിയിരുന്നെങ്കിലും അതൊന്നും അറിയിക്കാതെ ഇത് എൻ്റെ കെട്ടിലും മട്ടിലും ഒക്കെ ഒരു പകിട്ട് വരുത്തി ഒരു ബ്രാൻഡൊക്കെ ഇട്ട് അത് പ്രോപ്പറായിട്ട് പ്രൊജക്റ്റ് ചെയ്തു കൊണ്ടായിരിക്കണം ആ ബ്രാൻഡ് പയ്യെ പൊങ്ങി വന്നത്. ഒത്തിരി നാളെടുത്ത് തോന്നി. കാരണം 49 കൊല്ലം എടുത്തു ഈ ബിസിനസ് വളർന്ന് ഇത്രയും ആളുകൾക്ക് വിശ്വാസം വരാൻ വേണ്ടിയിട്ടും. ഈ കുടുംബത്തിൽ നിന്നുള്ള സാറിനോടുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മളൊരു ബിസിനസ് ഒക്കെ തുടങ്ങണമെന്ന് നമ്മുടെ ചെറുപ്പത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉള്ള ജോലി രാജിവെച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം എല്ലാ പാരൻസും സമ്മതിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ സാറിന് അവിടുന്ന് ഒരു നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നോ? തീർച്ചയായിട്ടും. ഫാദറിൻ്റെ അടുത്ത് ഈ ആശയം പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഒരു നമ്മൾ പറയില്ലേ, ശ്മശാന മൂകതയായിരുന്നു. കാരണം ഇവനെന്ത് വട്ടാണ് ഈ പറയണത്,
ഇവനാണെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ അന്ന് ഞാൻ പറയും ഒരു 3-4 പേര് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരൊക്കെ ഉള്ളൂ, അപൂർവം. ബാക്കിയുള്ളവരൊക്കെ ഏതെങ്കിലും ഗ്രാജുവേറ്റ് ചെയ്യും, ഏതെങ്കിലും ബാങ്ക് ജോലി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജോലിയായിട്ട് പോവും. അപൂർവം ചിലരാണ് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ സീറ്റ് കിട്ടുന്നത്. നമ്പർ ഓഫ് സീറ്റ്സൊക്കെ കുറവാണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ഇതൊക്കെ തുടങ്ങണമെന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. പിന്നെ ഞാൻ ഫാദറിനെ കൺവിൻസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങിച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടോ എൻ്റെ അതുവരയ്ക്ക് ഞാൻ ആ ബിസിനസ് തുടങ്ങുന്നത് 26-ാമത്തെ വയസ്സിലാണ് അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. അപ്പോഴാണ് വീട്ടിൽ പറയുന്നത്. അപ്പോൾ അത്രയും നാളത്തെ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് മനസ്സിലായി കാണും പണം വേസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും പണം തന്നത്. അങ്ങനെ അച്ഛൻ പണം തന്നു. എപ്പോഴും കേട്ടിട്ടുള്ള ഒന്നാണ് യൂണിയൻ സമരങ്ങളും അല്ലെങ്കിൽ യൂണിയൻ പ്രശ്നങ്ങളും ഒക്കെ കാരണം സാർ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ കുറേ അധികം പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. കാരണം പലപ്പോഴും ചർച്ചകൾ വരുമ്പം കേരളം അത്ര വ്യവസായ സൗഹൃദമല്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നമ്മളത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ബിസിനസ് തുടങ്ങുന്ന ആളുകൾ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ബിസിനസ് അടച്ചു പൂട്ടി പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നുണ്ട്. സാർ എങ്ങനെയാണ് ഈ പ്രതിസന്ധിനെ അതിജീവിച്ചത്? ഈ അടച്ചു പൂട്ടി പോകുന്ന ബിസിനസ് ചെയ്യുന്നവരോടൊക്കെ സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അങ്ങനെ ഒരു എക്സ്പെർട്ട് അഡ്വൈസർ ഒന്നല്ല. ബട്ട് എൻ്റെ അനുഭവം പറയാം. എനിക്ക് എൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സമരങ്ങൾ ഉണ്ടായി. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അന്ന് കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയായിരുന്നു. അതായത് ക്യാപിറ്റലിസത്തിനോട് എതിരായിരുന്നു എല്ലാവരും മൊത്തത്തിൽ. ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിരായിരുന്നു. എല്ലാവർക്കും യൂണിയൻ ഉണ്ട്, എല്ലാവരും ഇതിനൊക്കെ തന്നെ എതിരായിരുന്നു. എനിവേ, പക്ഷേ നമുക്ക് നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. അതിനുവേണ്ടി എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇല്ലീഗലായിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തണം, അതിന് പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. അല്ലാതെ അയ്യോ എന്നെ യൂണിയൻകാർ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം അടച്ചു പൂട്ടിയതെന്നൊക്കെ പറഞ്ഞ് കരയാനിരുന്നാൽ അധികം പേര് കാണാനുണ്ടാവില്ല. കുറച്ച് ദിവസമൊക്കെ സഹതപിക്കും, അധികം നാളുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിച്ചു. ഇപ്പോഴും ഞാൻ പലപ്പോഴും ഇതുപോലുള്ളവരോട് പറയും, നിങ്ങൾ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3 മണിക്കൂർ യാത്ര ചെയ്താൽ കോയമ്പത്തൂർ എത്തില്ലേ, അവിടെ തുടങ്ങാമല്ലോ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച്. എന്തുകൊണ്ടായിക്കൂടാ? അപ്പോൾ എല്ലാത്തിനും പരിഹാരം ഉണ്ടെന്നേ. സാധാരണക്കാരൻ്റെ പോക്കറ്റ് എറിഞ്ഞ് ബിസിനസ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സാറ് ഫോളോ ചെയ്ത് വന്നേക്കുന്നത് അത് അത്തരം രീതി തന്നെയാണ്. നമ്മൾക്കറിയാം, ആളുകളുടെ മനസ്സിൽ എപ്പോഴോ കയറിയിട്ടുള്ള ഒരു കാര്യമാണ് വില കൂടിയിട്ടുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി കൂടുമെന്നുള്ളത്. പക്ഷേ സാറിൻ്റെ പ്രൊഡക്റ്റുകൾ അങ്ങനെയൊന്നുമല്ല. സാറ് സാധാരണക്കാരന് താങ്ങാനാവുന്ന ഒരു വിലയിൽ തന്നെയാണ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ വിൽക്കുന്നത്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം എന്ന് സാറിന് എങ്ങനെയാണ് മനസ്സിലായത്? ഇത് ആക്ച്വലി സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റില്ല, സർവൈവൽ. അതായത് അന്ന് എൻ്റെ മുന്നിലുള്ള കോമ്പറ്റീഷൻ കെൽട്രോൺ ഉണ്ട്, നെൽക്കോ ഉണ്ട്. നെൽക്കോ മീൻസ് ടാറ്റ കമ്പനിയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രോഡക്റ്റിനൊരു വിലയുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നി എൻ്റെ ഒരു അഹങ്കാരമായിരിക്കും. അതായത് അവരുടെയൊക്കെ എനിക്ക് ക്വാളിറ്റി ഉണ്ട്, അതിനകത്ത് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്, കാണാൻ അവരെക്കാളൊക്കെ പ്രോഡക്റ്റിന് ഭംഗിയുണ്ട്. പിന്നെ എന്തുകൊണ്ട് അവരുടെ തന്നെ പ്രൈസ് ഒരു 5 രൂപ കൂടുതൽ വെച്ച് മാർക്കറ്റിൽ ഇറക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഞാനങ്ങനെ സാധാരണക്കാരന് വേണ്ടിയിട്ട് വില കുറച്ച് കൊടുത്ത ആളല്ല കേട്ടോ. എപ്പോഴും അത് വി ഗാർഡിൻ്റെയോ അല്ലെങ്കിൽ എല്ലാം ഒരു പണത്തൂക്കം റേറ്റ് കൂടുതലായിരിക്കും. കാരണം നാച്ചുറലി ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ക്വാളിറ്റിയിലാണ്. ക്വാളിറ്റി എങ്ങനെയെങ്കിലുമൊക്കെ കൂട്ടാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. അതിനകത്ത് ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റിയ അത്രയും നല്ലത്. അല്ലാതെ നമ്മളൊരു വില കുറച്ച് മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്ത് മാർക്കറ്റ് പിടിക്കുന്ന ഒരാശയം ഇതിനോട് ഞാനിപ്പോഴും എതിരാ.
സാർ അതുപോലെ ഉപയോഗിക്കുന്ന ഒരു സർവൈവലാണ്, സ്ട്രാറ്റജിയാണ്, ഏത് വാക്ക് ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ ബിസിനസ് തുടങ്ങിയ സമയത്ത് വീട്ടിൽ പോയിട്ട് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. അപ്പം അത് പിന്നീട് 1 വർഷത്തേക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു, 2 വർഷത്തേക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, 3 വർഷത്തേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ, ചില കമ്പനികൾ നമ്മളൊരു പ്രൊഡക്റ്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ പോകാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം സാർ ഇങ്ങനെ ആളുകളിലേക്ക് നേരിട്ടെത്തി അത് സർവീസ് ചെയ്യാം, അല്ലെങ്കിൽ ആളുകൾക്ക് വാറണ്ടി കൂട്ടിക്കൊടുക്കാം എന്നൊക്കെ എങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങിയത്? അതും നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നം തന്നെ. അതായത് നമ്മുടെ പ്രോഡക്റ്റ് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അന്ന് പരസ്യം ചെയ്യാനൊന്നും പണമില്ല. എനിവേ ആകെ കൂടി അന്ന് കാലത്ത് റോഡ് പക്കത്ത് ചില ചെറിയ ഹോർഡിങ്സ് വയ്ക്കും, അല്ലെങ്കിൽ മറ്റേ വാൾ പെയിൻറ്റിങ്, പണ്ടൊക്കെ അത് ധാരാളം ഉണ്ടായിരുന്നു. വാൾ വാടകയ്ക്ക് എടുത്തിട്ട്, വീട്ടുകാരുടെ മതിൽ വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ പടം വരച്ച് വയ്ക്കലൊക്കെ ആയിരുന്നു. പിന്നെ പത്രത്തിലൊന്നും, നിങ്ങളുടെ എക്കണോമിക് ടൈംസിലൊന്നും പരസ്യം ചെയ്യാനായിട്ട് ചിലവ് കൂടുതലാണ്, ചെയ്തിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മാർഗങ്ങൾ നോക്കുന്നു. പിന്നെ ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്കെന്തോ ഒരു അമിതമായിട്ടുള്ള കോൺഫിഡൻസ്, ഒരു വിശ്വാസം. എൻ്റെ പ്രോഡക്റ്റ് അങ്ങനെ ഇനിയൊന്നും കേടാവില്ല. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കണക്കെടുത്തു, അത്രയും നാൾ വിറ്റ സ്റ്റെബിലൈസറിൽ എന്തുമാത്രം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, വളരെ തുച്ഛം. അപ്പോൾ 1 വർഷം എന്നുള്ള ഗ്യാരണ്ടി 2 വർഷമാക്കി. 2 വർഷം കഴിഞ്ഞപ്പോഴും കണക്കെടുത്തു, 2 വർഷം വിറ്റിട്ട് എത്രമാത്രം കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, വളരെ കുറവാണ്. ഞങ്ങളാണ് ആദ്യമായിട്ട് 5 വർഷം ഗ്യാരണ്ടി കൊടുത്തവർ. ഒന്നുമല്ല, എനിക്ക് മനസ്സിലായി 5 വർഷം ഗ്യാരണ്ടി കൊടുത്താലും ലാഭത്തിൽ കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും വരില്ല എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ കസ്റ്റമറെ നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്, അത് വേണമെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണെന്ന് പറയാം. വേണമെങ്കിൽ ബിസിനസ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളെല്ലാം ഒരേ മേഖലയിലാണെന്ന് പറയാറുണ്ട്. പക്ഷേ സാറ് ചൂസ് ചെയ്തേക്കുന്ന സ്റ്റെബിലൈസർ, പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക്, പിന്നെ ഡ്രസ്സ്, ഇങ്ങനെ പല ഏരിയയിലാണ് സാറിൻ്റെ ബിസിനസ്സുകൾ കിടക്കുന്നത്. ഇങ്ങനെ ചിതറി ബിസിനസ് ചെയ്യാൻ എന്തായിരുന്നു ഒരു മുന്നോട്ട് നയിച്ച ഒരു ഘടകം? അതും ഇപ്പോൾ വീഗാർഡ് തുടങ്ങി 1 കൊല്ലം കഴിഞ്ഞു, 5 കൊല്ലം കഴിഞ്ഞു, 10 കൊല്ലം കഴിഞ്ഞു, 15-20 വർഷമായപ്പോൾ ആ സമയമായപ്പോഴേക്കും സ്ഥാപനം വളരെ വലുതായി. സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് വ്യാപിപ്പിച്ചു. ആ സമയമായപ്പോഴേക്കും ധാരാളം മാനേജേഴ്സും എൻജിനീയേഴ്സും ഒക്കെ ആയി. എനിക്കൊരു സ്വഭാവമുള്ളത്, ഞാൻ പരമാവധി ജോലികൾ ഡെലിഗേറ്റ് ചെയ്യും, ആളുകളെ ഡെലിഗേറ്റ് ചെയ്യും. അവർക്ക് ഉത്തരവാദിത്തം കൊടുക്കും, അവർക്ക് അധികാരങ്ങൾ കൊടുക്കും. അങ്ങനെ വന്നപ്പോൾ ഞാൻ മാറി നിന്നാലും വീഗാർഡ് നടക്കുന്നുള്ളൊരു സ്റ്റേജ് വരെയൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഒത്തിരി മാനേജേഴ്സിനെയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റി, എൻജിനീയേഴ്സിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ മാറി ചിന്തിക്കാമെന്നുള്ളൊരു തൻ്റെ ഇടം 20 വർഷം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം. ആ ഇടയ്ക്കാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നുള്ളൊരു ആശയം മനസ്സിലുദിച്ചത്. അത് യാദൃശ്ചികമായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് വിദേശ യാത്രകളൊക്കെ നടത്തും. അന്ന് കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ പോവും. അപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പതിപ്പ് നമ്മുടെ നാട്ടിലായിക്കൂടാ എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് ഈ വണ്ടർല അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ ഒരു ആശയം ഉദിക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു, ഞങ്ങളുടെ മാനേജേഴ്സിന് ഐഡിയ ഇല്ലായിരുന്നു, നമ്മുടെ നാട്ടിലെ ആർക്കിടെക്ട്സിന് അതിനെപ്പറ്റി ഐഡിയ ഇല്ലായിരുന്നു, അതിനെ പറ്റിയ കൺസൾട്ടൻറ്റും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. അത് പിന്നെ അതിൻ്റെ പുറകിൽ നടന്ന് അതിന് വേണ്ട സെറ്റപ്പ് ഉണ്ടാക്കി അത് തുടങ്ങി. അവിടുന്ന് പിന്നെ ഡ്രസ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ബിസിനസ്സിലേക്ക്. ആക്ച്വലി ഡ്രസ്സിൻ്റെ കാര്യം അതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, അത് ഷീലയാണ്. അത് അപ്പോഴേക്കും പിള്ളേരൊക്കെ കോളേജിലായി. 2 പേരും ആദ്യം ബാംഗ്ലൂരാണ് പഠിച്ചത്. അപ്പോൾ വീട് കാലിയായി. അപ്പോൾ ഷീലയ്ക്ക് ഫ്രീ ടൈം ധാരാളമുണ്ട്. അപ്പോൾ ഷീല അല്ലെങ്കിലും തയ്യലിനും പിന്നെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ള ആളായിരുന്നു. അങ്ങനെയാണ് ഡ്രസ്സ് പിന്നെ ഇന്നർ വയറിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിൻ്റെ ക്രെഡിറ്റ് ഷീലയ്ക്കാണ്. അത്
അതിന് ഞാൻ ആളല്ല. സാർ ഇപ്പം പറഞ്ഞല്ലോ, സാറ് വളരുന്നതിനോടൊപ്പം സാർ ഒപ്പമുള്ള ആളുകളെയും വളർത്തി, മാനേജേഴ്സിൻ്റെ പോസ്റ്റിലേക്ക് കുറേ അധികം ആളുകളെ വളർത്തിയെടുത്തു. ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, മുതലാളിമാർ എപ്പോഴും ബിസിനസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അത് തകർന്നു പോകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന്. സാർ ആ കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്? അതോ നമ്മൾ വളർത്തിയെടുക്കുന്ന ആളുകൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകും, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ ആ ബിസിനസ് ഏറ്റെടുക്കും, അങ്ങനെയൊക്കെ തന്നെയാണോ സാർ കരുതുന്നത്? തീർച്ചയായിട്ടും ഞാനെപ്പോഴും ആളുകളെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതായത് പക്ഷേ നമ്മളത് വിചാരിച്ചിട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അവർ ശ്രദ്ധിക്കും, ഇയാൾ കൊള്ളാവോ, ഇയാൾ റിലയബിളാണോ, കമ്മിറ്റഡ് ആണോ, ഹാർഡ് വർക്കിംഗ് ആണോ, അങ്ങനെയുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നു. അവർക്ക് കൂടുതൽ ജോലി അത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവണം. അവരുടെ ആ ജോബ് റോള് എന്താണെന്നുള്ള അവർക്ക് പിടികിട്ടണം. അല്ലാതെ പലരും എന്നോട് തന്നെ പറയാറുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, തന്നെയല്ല ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി ചെയ്ത് കിട്ടില്ല. ഞാൻ പറയാം, അല്ലല്ലോ, എനിക്ക് അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ, ഞാൻ എത്രയോ പേർക്ക് ജോലി ഡെലിഗേറ്റ് ചെയ്തിട്ട് ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, തുടക്കത്തിലൊന്നും നമുക്ക് നല്ല കോളേജിൽ നിന്നുള്ളവരെയൊന്നും ഇൻഡക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം അവരാരും നിൽക്കില്ല. ഞങ്ങളുടെ ചെറിയ സ്ഥാപനമാണ്. ഫോർ എക്സാമ്പിൾ IIM, IIT എന്നൊന്നും നമുക്ക് ഇന്നുണ്ടായിരിക്കാം, ഈ കാർഡിൽ ഉണ്ട്. അന്നത് പറ്റില്ല. അപ്പം അന്ന് ഞാൻ പറയും വെരി ഓർഡിനറി പീപ്പിൾ ആണ് ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഓർഡിനറി ആളുകളെ എടുത്താൽ അവർ കുറച്ച് ആൾ കഴിഞ്ഞാൽ പറയും, അയ്യോ സാറേ എനിക്ക് ഗൾഫിൽ ജോലി കിട്ടി, ഞാൻ പോവാണെന്ന് പറയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതോടെ അത് നിർത്തി. പിന്നെ സാധാരണക്കാരെടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആളുകളെ വളർത്തിയെടുത്തത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് ചെറിയ ബിസിനസ്സുകളൊക്കെ വിജയിക്കുമ്പോൾ അതിൻ്റെ ഒരു സക്സസ് ആഘോഷങ്ങളൊക്കെ. അപ്പം അത്തരം സക്സസ് ആഘോഷങ്ങളെ സാർ എങ്ങനെയാണ് കാണുന്നത്? സാറിൻ്റെ ഈ ഒരു ജേണി സക്സസ് ആയി നിൽക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. മനസ്സിൽ കൊണ്ടു നടക്കുന്ന കുറേ ബിസിനസ് ആശയങ്ങൾ ഉണ്ടാകുമല്ലോ. ഒരു ബിസിനസ്സുകാരനാവും തലയിൽ കുറേ ആശയങ്ങൾ വരുമല്ലോ. അപ്പോൾ സാർ ആഗ്രഹിച്ചിട്ടും നടക്കാതെ പോയ എന്തെങ്കിലും ഒരു ആശയം അങ്ങനെയുണ്ടോ? ആദ്യത്തെ ചോദ്യം സോഷ്യൽ മീഡിയ ആയിരുന്നു. ഈ സോഷ്യൽ മീഡിയ ഒക്കെ പോപ്പുലറായത് ഞാനൊക്കെ ബിസിനസ് തുടങ്ങിയിട്ട് 10-30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ്. കഴിഞ്ഞ 10-15 വർഷമല്ലേ ആയുള്ളൂ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട്. അതുവരെയ്ക്ക് അത് ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ പേപ്പറിൽ പരസ്യം ചെയ്യും, TV പരസ്യം ചെയ്യും. പക്ഷേ ഞാൻ എപ്പോഴും നമ്മുടെ മാനേജേഴ്സിനോടും ഒക്കെ പറയാറുള്ളത്, എൻജിനീയേഴ്സിനോട് പറയാറുള്ളത്, നമ്മുടെ പ്രോഡക്റ്റ് വിജയിക്കണമെങ്കിൽ അതിനകത്ത് ക്വാളിറ്റി, അതിനകത്ത് ക്രിയേറ്റിവിറ്റി, അതിനകത്ത് ജനങ്ങൾക്കുള്ള വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റാണ്. അല്ലാതെ നമ്മളിപ്പോൾ അമിതാഭ് ബച്ചന് പണം കൊടുത്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി പറയിച്ചാൽ പോലും വിജയിക്കണമെന്നില്ല, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ. അപ്പോൾ ക്വാളിറ്റിയിൽ ഒന്നിൽ കൊടുത്തിട്ടാന്ന് തോന്നുന്നു ഞാൻ ഏറ്റവും, അതേമാതിരി ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത മുന്നോട്ട് പോയതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ നല്ലത് തന്നെ. പിന്നീട് ഇപ്പോൾ ഞങ്ങളുടെ മാനേജേഴ്സൊക്കെ ചെയ്യുന്നത്, അവർ കൂടുതൽ കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴിക്കാണ്. അതായത് ഇന്ന ഏരിയയിൽ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിന് നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്ത് അതിനൊക്കെ മെത്തേഡ് ഉണ്ടല്ലോ. ഇനി അത് പറഞ്ഞു തരേണ്ട കാര്യമല്ലല്ലോ. ഞാൻ പറയാം, ഞാനൊരു പഴയ തലമുറക്കാരനാണ്. പക്ഷേ ഞങ്ങളുടെ പുതിയ മാനേജേഴ്സൊക്കെ യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം, അത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളത്. എനിവേ, അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ ലേറ്റായിട്ട് വന്നത് ഞാൻ പറയാം എനിക്ക് ഗുണം ചെയ്തത്. കാരണം നമ്മൾ ഇഞ്ച് ബൈ ഇഞ്ചായിട്ട് ഉയർന്നു വന്ന ആളാണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അവസാനത്തെ ചോദ്യം. സാറ് ഒത്തിരി ബിസിനസ് ആശയങ്ങൾ തലയിൽ കൊണ്ട് നടക്കൂല, എപ്പോഴും ചിന്തിക്കൂല പുതിയത് എന്ത് ചെയ്യാം എന്നുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ഏതെങ്കിലും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടോ? ഇല്ല. അതായത് നമ്മളൊരു കാര്യം തീരുമാനിച്ചാൽ നടത്തിയിരിക്കും. കാരണം ഒന്നുമല്ല, ഇപ്പോൾ V-Guard സ്റ്റെബിലൈസർ തുടങ്ങിയിട്ട് അത് നന്നായിട്ട് വിജയിച്ചപ്പോൾ എനിക്കെന്തോ ഒരു ഉള്ളിലൊരു ഭയം. അതായത് ഈ വോൾട്ടേജ് ക്ഷാമം, ഈ വോൾട്ടേജ് ഫ്ലക്ച്വേഷനൊക്കെ മാറിയാലോ, ഗവൺമെൻറ് നേരെയായാലോ, അപ്പോൾ എൻ്റെ സെയിൽ നിന്ന് പോവില്ലേ. അപ്പോൾ അന്നേരം വേറെ പ്രോഡക്റ്റ് വേണ്ടേ. അങ്ങനെയാണ് പമ്പ് സെറ്റിലേക്ക് ഇറങ്ങിയതും വാട്ടർ ഹീറ്റർ അല്ലെങ്കിൽ കേബിള്. V-Guardന് ഇപ്പോൾ എത്രയോ എനിക്ക് തന്നെ അറിയില്ല, 10-40ഓളം വെറൈറ്റി സാധനങ്ങളുണ്ട്.
അതിൽ തന്നെ പല മോഡലുകളുണ്ട്. അപ്പോൾ അവർ പിന്നെ പറയാറുണ്ട്, ഞാൻ അവരെന്ന് പറയാൻ കാരണം ഞാനിപ്പോൾ അതിനകത്തൊന്നും ആക്റ്റീവ് അല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ അതൊക്കെ 1 by 1 ആയിട്ട് ആദ്യത്തെ 10-25 വർഷം അല്ലെങ്കിൽ 30 വർഷം ഞാൻ തന്നെയായിരുന്നു അതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത്. പിന്നെ നടക്കാതെ പോയതിനെ പറ്റി ഞാനങ്ങനെ ഓർത്ത് സങ്കടപ്പെടാറില്ല. ചിലതൊക്കെ ആലോചിച്ചത് തുടങ്ങിയിട്ട് ഫെയിലായിട്ട് നിർത്തിപ്പോയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതായത് ഒരിടയ്ക്ക് ഞങ്ങൾക്ക് ഇലക്ട്രോണിക് വാൾ ക്ലോക്ക് ഉണ്ടായിരുന്നു. അത് നല്ല നിലയിൽ പോയിരുന്നതാണ്. പിന്നെ അതിന് പരസ്യം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു, മോഡലിനെയൊക്കെ വെച്ച് പരസ്യം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ പിന്നെ ഈ മൊബൈലൊക്കെ വന്നതിന് ശേഷം ക്ലോക്കിൻ്റെ ഒരു ഉപയോഗം തന്നെ കുറഞ്ഞു പോയി, ഇലക്ട്രോണിക് ക്ലോക്കിൻ്റെ. അത് അപൂർവമായി. അപ്പോൾ അതിന് ഒരു ഫ്യൂച്ചറില്ലാന്ന് മനസ്സിലാക്കിയിട്ട് നിർത്തിയ ആളാണ് ഞാൻ. അല്ല, അപ്പോൾ അങ്ങനെ നിർത്തിയ ഫെയിലിയർ സ്റ്റോറികൾ ധാരാളമുണ്ട്. പിന്നെ പമ്പ് തുടങ്ങിയപ്പോൾ, വാട്ടർ പമ്പ് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു പമ്പിൻ്റെ കൂടെ പൈപ്പ്, PVC പൈപ്പ് അതിൻ്റെ കൂട്ടത്തിൽ ഈസി ആയിട്ട് പോവില്ലേ എന്ന് വിചാരിച്ചു. അത് അതിൻ്റെ പ്ലാന്റൊക്കെ തുടങ്ങി. പക്ഷേ അത് എന്തുകൊണ്ട് നിർത്തേണ്ടി വന്നു? കാരണം അതൊരു അത്ര ലാഭകരമല്ല, അല്ലെങ്കിൽ അതിനകത്ത് വലിയ മാർജിൻ ഇല്ല, അതിനല്ല അത് ബൾക്കി ആയിട്ടുള്ള സാധനമാണ്. ഞങ്ങളുടെ മറ്റ് പ്രോഡക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇതിനില്ല. കട്ട് അത് നിർത്തിക്കളഞ്ഞ്. അങ്ങനെ നിർത്തിയ ഐറ്റംസിൻ്റെ ലിസ്റ്റ് പറയാൻ തുടങ്ങിയെന്ന് നമ്മുടെ ഇൻ്റർവ്യൂ സമയം മതിയാവില്ല. അപ്പോൾ സാറിനൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുമോ? അയ്യോ, ഞാനത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ തോന്നിയിട്ടോ? അങ്ങനെ എനിക്ക് തോന്നാറില്ല. അല്ല, അതിനൊരു കാരണം, ഞാൻ അപ്പോഴേക്കും വേറെ എന്തിനെങ്കിലും കയറി പിടിക്കും. അതായത് പലരും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അതായത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്ന് ഒരു ക്രൈസിസിൽ നിങ്ങൾ തളർന്നു പോവില്ലേ? ഞാനപ്പോൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് സംഭവം ആദ്യത്തെ ആ തോൽവി മറക്കാൻ ശ്രമിക്കും. സാർ എപ്പോഴൊരു ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്യോ? അങ്ങനെയാണോ ഈ പ്രതിസന്ധിനെ അതിജീവിക്കാതെ എന്തെങ്കിലും വേറെ? അല്ല, ഇതൊരു മെത്തേഡ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. കാരണം നമ്മൾ ആലോചിച്ച കാര്യങ്ങളെല്ലാം വിജയിക്കണമെന്നില്ല. ഒരു 80% വിജയിച്ചാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആവും. ഒരാളും എന്താ പറയുക, എല്ലാ കാര്യത്തിലും സക്സസ്ഫുൾ ആയിട്ടില്ല. ഇപ്പോൾ ഹിസ്റ്ററി പറയുന്നത് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് തന്നെ പലതും ട്രൈ ചെയ്തിട്ടാണ്. ആ ചരിത്രമൊന്നും പറയണ്ടല്ലോ. അതുപോലെ ഓരോ കാര്യവും ആരും എന്താ പറയുക, സക്സസ് നമുക്ക് ഒരു വെള്ളിത്തളികയിൽ കൊണ്ട് തരുന്നില്ല, സ്വർണ്ണത്തളികയിൽ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആഡംബരമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പിന്നീട് അത് പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വെച്ച് നമ്മുടെ ബിസിനസ് എന്താ പറയുക, വർദ്ധിപ്പിക്കുന്നതാണോ നല്ലത്, അതോ ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നത് എന്നൊരു നല്ല തീരുമാനമാണോ? ഞാൻ പറയും, ലോൺ എടുക്കണം. പക്ഷെ അതിനൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരു പെർസെൻറ്റേജ് വരെ ലോൺ എടുക്കാവോ. നമ്മളുണ്ടാക്കുന്ന പ്രോഫിറ്റ്, അല്ലെങ്കിൽ നമുക്കുള്ള ടേൺ ഓവർ, നമ്മുടെ മൊത്തം സ്റ്റോക്ക്, അതിന് ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ലോൺ എടുക്കാവോ. അല്ലാതെ നമ്മൾ പലപ്പോഴും പലതൊക്കെ പെരുപ്പിച്ച് കാണിച്ച് കൂടുതൽ ലോൺ ചോദിച്ച് ബാങ്കുകാരെ വിശ്വസിപ്പിച്ച് എക്സ്ട്രാ ലോൺ എടുത്ത് ഈ ലോൺ അടച്ചു വിടണ്ടേ, അല്ലെങ്കിൽ ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണ്ടേ. അവർ വെറുതെ തരുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മുടെ ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ലോൺ തരാനായിട്ട് ബാങ്കുകാരൊക്കെ ധാരാളം തയ്യാറായിരിക്കും. കാരണം അവർ വിചാരിക്കുന്നു ഇയാളുടെ ബിസിനസ് സക്സസ്ഫുൾ ആണല്ലോ. ബട്ട് ഞാൻ പറയും, ഈ ലോൺ തിരിച്ചടയ്ക്കേണ്ട ജോലി നമുക്ക് തന്നെയാണല്ലോ. അപ്പോൾ അല്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാമെന്ന് നോക്കണം. പരമാവധി ലോൺ കുറച്ച് ബിസിനസ് റൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതൊക്കെ ആയിരിക്കും V-Guard ഗ്രൂപ്പിൻ്റെ സക്സസിൻ്റെ കാരണങ്ങൾ. സാറിൻ്റെ കൂടെ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ കുറേ വർഷങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. അപ്പം അവരെയൊക്കെ സാർ ഒരു കുടുംബം പോലെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ എംപ്ലോയീസിനെ ഇങ്ങനെ നിർത്താൻ വേണ്ടി തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിന് അത് എത്രത്തോളം ഗുണകരമാകും? ഞാനത് മനഃപൂർവ്വം അവരെ എന്താ പറയുക, എൻ്റെ കൂടെ നിർത്താൻ വേണ്ടി ചെയ്തതല്ല. കാരണം
അവരും കാര്യമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരും കാര്യമായിട്ട് എസ്പെഷ്യലി ടോപ്പ് ലെവലിലുള്ളവരൊക്കെ ധാരാളം അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടണ്ടേ. അപ്പോൾ അതനുസരിച്ച് ഫോർ എക്സാമ്പിൾ പലർക്കറിയാം, ഇപ്പോൾ ഞങ്ങളുടെ ടോപ്പ് ലെവലിലുള്ളവർക്കൊക്കെ ഈ ഗാർഡൻ്റെയും വണ്ടർലയുടെയും ഷെയർസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു എൻ്റെ മൂല്യം. 10 രൂപയുടെ ഷെയറാണ്, ഇത്ര നമ്പർ ഓഫ് ഷെയർസ് കൊടുത്തപ്പോൾ അവരത് വാങ്ങിച്ച് അലമാരിക്കകത്ത് വെച്ച് പൂട്ടി. പക്ഷേ ഇന്ന് അതിന് കോടികൾ വിലയുള്ള അല്ലെങ്കിൽ ആസ്തിയുള്ള മാനേജർമാർ ഞങ്ങൾക്കുണ്ട്. ഈ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ബിസിനസ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പങ്കാളിത്ത ബിസിനസ് നല്ലൊരു തീരുമാനമാണ്. കാരണം ചിലപ്പോൾ ഇവർക്കിടയിലെ ആശയങ്ങൾ ചേരാതെ വരുമ്പോൾ ഈ ബിസിനസ് പൂട്ടി പോകാനുള്ള ഒരു സാധ്യതയില്ലേ? സാർ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിന് ധാരാളം സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം നമുക്ക് നോക്കിയാൽ അറിയാം, അതായത് ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് 6-7 പേര് കൂടി തുടങ്ങിയതായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ലീഡറുണ്ട്. ആ ലീഡർ മുന്നോട്ടെടുത്തു, കൃത്യമായിട്ട് എല്ലാവർക്കും ജോലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഹൈറാർക്കി മെയിൻറ്റെയിൻ ചെയ്തു. അത്തരത്തിൽ ബിസിനസ് പോകുന്നവരും ഉണ്ടല്ലോ. കാരണം ചില ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചില ഫാമിലി ബിസിനസ് 3rd ജനറേഷൻ വരെയൊക്കെ അല്ലെങ്കിൽ 4th ജനറേഷൻ വരെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ തന്നെ അത്ഭുതപ്പെടും. അതായത് അവർ കസിൻസാണ് അവർ ബിസിനസ് റൺ ചെയ്യുന്നത്. അവരുടെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ളതായിരിക്കും. എന്നിട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അങ്ങനെയും ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ അതിനൊക്കെ വേണ്ടതൊരു സെൽഫ് ഡിസിപ്ലിനും ഒരു ഹൈറാർക്കിയും ഒരു ചട്ടക്കൂടാണ് വേണ്ടത്. എൻ്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയതുകൊണ്ട് എനിക്ക് കുറേ കൂടി ഫ്രീഡം ഉണ്ടായിരുന്നു. സാർ ഇപ്പം നെക്സ്റ്റ് ജനറേഷനെ ബിസിനസ് ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ നെക്സ്റ്റ് ജനറേഷന് ബിസിനസ്സിൽ താല്പര്യമില്ലായിരുന്നെങ്കിൽ സാറിന് എന്തെങ്കിലും പ്ലാൻ ബി ഉണ്ടാവുമായിരുന്നോ? അല്ല, അങ്ങനത്തെ ഒരു വിഷയം വന്നിരുന്നെങ്കിൽ പ്ലാൻ ബിയെ പറ്റി ആലോചിക്കേണ്ടതായിരുന്നു. കാരണം ആക്ച്വലി അവർ ബിസിനസ്സിൽ ജോയിൻ ചെയ്യുമല്ലെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരവരുടെ പോസ്റ്റ് ഗ്രാജുവേഷന് വിദേശത്ത് പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ വിദേശത്ത് പോയി വല്ല മദാമേനൊക്കെ കല്യാണം കഴിച്ച് അവിടെ കൂടുമോ എന്ന് വരെ നമുക്ക് സംശയിക്കാമല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർ അപ്പോൾ വലിയ അറിവൊക്കെ നേടി അപ്പോൾ നമ്മുടെ ഈ ചെറിയ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെന്നില്ലല്ലോ. പക്ഷെ അപ്പോഴേക്കും അറിയപ്പെടുന്ന ബിസിനസ് ഗ്രൂപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അവർ എൻ്റെ കൂടെ ജോയിൻ ചെയ്തത്. തന്നെയല്ല, അവർക്ക് തോന്നിയിട്ടുണ്ടാവണം ഡാഡി ധാരാളം മാനേജേഴ്സിന് നല്ല ഫ്രീഡം കൊടുക്കുന്നു, റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും ആ ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലായിരിക്കണമല്ലോ അവർ. ഞാൻ നിർബന്ധിച്ചിട്ടില്ല. വണ്ടർല അല്ലെങ്കിൽ വി ഗാർഡ് എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റ് ആരുടേതാണെന്ന്. അപ്പം ഈ പേരുകൾ തിരഞ്ഞെടുക്കുന്നതിൽ സാർ എന്തെങ്കിലും പ്രത്യേക മാനദണ്ഡങ്ങൾ സൂക്ഷിച്ചിരുന്നോ? ഈ പേരുകളെല്ലാം ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള പേരുകളാണ്. അത് അന്ന് എൻ്റെ ഒരു അത്യാവശ്യമായിരുന്ന ഒരു പേര് വേണം. അപ്പോൾ അതായത് ഫോർ എക്സാമ്പിൾ സ്റ്റെബിലൈസറിനൊരു പേര് വേണം. അപ്പോൾ അത് വി ഗാർഡ് ഇടാൻ കാരണം, ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ 230 വോൾട്ട് എന്നുള്ളതിന് 230 വി, അപ്പോൾ വി ഡാഷ് ഗാർഡ് എന്ന് ഞാൻ തന്നെ എഴുതിയൊരു വട്ടമൊക്കെ വരച്ച് അങ്ങനെയായിരുന്നു ആ പേര് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ അതെ ഞാൻ തന്നെയായിരുന്നു. പിന്നെ അതിന് ഭംഗി കൂട്ടാനായിട്ടൊരു ലോക്കൽ ഒരു ആർട്ടിസ്റ്റിനെ വിളിച്ച് അയാളെ കൊണ്ടൊന്ന്, കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് രൂപപ്പെടുത്തിയെന്ന് മാത്രം. കാരണം അന്ന് എനിക്കൊരു അഡ്വർടൈസിങ് ഏജൻസി അഫോർഡ് ചെയ്യാനുള്ള പണമൊന്നുമില്ല. പിന്നീട് വണ്ടർല വന്നപ്പോഴും ഇതുപോലെ അന്ന് പിന്നെ അപ്പോഴേക്കും ധാരാളം സ്റ്റാഫായി. അങ്ങനെ ഞങ്ങളൊരു കോമ്പറ്റീഷൻ നടത്തി, ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിന് എന്ത് പേരിടാം. അപ്പോൾ കുറേ പേര് വണ്ടർലാൻഡ് എന്ന് സജസ്റ്റ് ചെയ്തു, വണ്ടർലാൻഡ് എന്ന്. അത് സമ്മാനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വണ്ടർലാൻഡ് എന്ന് 5-8 പേര് സജസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് എല്ലാവർക്കും സമ്മാനം കൊടുത്തു. പക്ഷേ ഞാൻ ആ പേര് ഞാൻ തന്നെ ഒന്ന് വെട്ടിച്ചെറുതാക്കി വണ്ടർല എന്നാക്കി. കാരണം വണ്ടർലാൻഡ് എന്ന് ഇട്ടാൽ
ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ വണ്ടർലാൻഡ് എന്നുള്ള പാർക്ക് ഉണ്ടായിരിക്കും. അവർ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കെതിരായിട്ട് കേസ് കൊടുക്കും. അപ്പോൾ പിന്നീടാണ് പല ബുക്കുകളിലൊക്കെ പറയുന്നത് നമ്മുടെ പേര് എപ്പോഴും ഷോർട്ടായിരിക്കണം, അത് ഏറ്റവും ക്രിസ്പായിരിക്കണം, അത് വളരെ ലെജിബിളായിരിക്കണം, അത് പറ്റിയെങ്കിൽ ഒരു പ്രോപ്പർ നൗൺ, അതായത് കോമൺ നൗൺ നല്ലതല്ല. കാരണം ഈ പറഞ്ഞ മാതിരി വേറെ ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം. ഇതൊരു എല്ലാ പേരുകളും ഒരു പ്രോപ്പർ നൗണാണ്. ബിസിനസ് ചെയ്യുമ്പോൾ അതിൽ സത്യസന്ധത എത്രത്തോളം വേണമെന്നാണ് സാർ വിശ്വസിക്കുന്നത്? നമ്മൾ കേൾക്കാറുണ്ട് നികുതി വെട്ടിക്കുക അല്ലെങ്കിൽ പണം ചിലവൊക്കെ കുറച്ച് കാണിച്ചിട്ടൊക്കെ ആളുകൾ പിന്നീട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതുകൊണ്ട് വളരാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ. ബിസിനസ്സിൽ സത്യസന്ധത എത്രത്തോളം ആവശ്യമാണ്? അതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ കാഴ്ചപ്പാട്, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു മെൻറ്റാലിറ്റി പോലെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു ഹരം ഒരു പ്രോഡക്റ്റ് വിജയിപ്പിക്കുക, അത് കൂടുതൽ ആളുകളിൽ എത്തിക്കുക, നമ്മുടെ ആശയം ആളുകൾ ഞാൻ പറഞ്ഞ വില കൊടുത്ത് വാങ്ങിക്കുക. ഇപ്പോൾ വണ്ടർലേ പോയിട്ടുണ്ടല്ലോ, അവിടുത്തെ റേറ്റൊക്കെ കുറച്ച് കൂടുതലല്ലേ? അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്രയും റേറ്റ് ചാർജ് ചെയ്യാതെ പറ്റില്ല. എനിവേ, പക്ഷേ ആളുകളെ നല്ലൊരു അനുഭവം കിട്ടണം, നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം, അവിടെ ചെല്ലുമ്പോൾ ഒരു വാവ് ഫീലിംഗ് ഉണ്ടാവണം. അവിടെയാണ് നമ്മൾ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതെന്നർത്ഥം. അപ്പോൾ അല്ലാതെ വേറെ റൂട്ടിൽ കൂടെയൊക്കെ ചിന്തിക്കുന്നത് അത്ര വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേമാതിരി നികുതി വെട്ടിച്ച് ലാഭം കൂട്ടാനോ അല്ലെങ്കിൽ എൻ്റെ ആത്മാഭിമാനം സമ്മതിക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ രാജ്യസ്നേഹം കൊണ്ടല്ല. സാറിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സാർ ബിസിനസ്സിൽ നിന്നുണ്ടാക്കുന്ന പണത്തിൽ നിന്ന് ബാക്കി വെച്ചിട്ടാണ് സാർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തുക മാറ്റിവെക്കുന്നത്. അപ്പം സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന തുക കുറച്ച് സമൂഹത്തിലേക്ക് ചിലവഴിക്കണം എന്നൊരാശയമായിരുന്നു സാറിനെ അത്തരം രീതിയിൽ ചിന്തിപ്പിച്ചത്? തുടക്കത്തിൽ നിന്നും അത്ര അധികം ഒന്നും പണം ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ചിരുന്നില്ല. കാരണം അതിൻ്റെ വരുമാനം അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്നിട്ടുള്ള ആളാണ്. എനിക്ക് എൻ്റെ ഒരു സാമൂഹിക പ്രതിബദ്ധത എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ സാമ്പത്തികം ബെറ്ററായി, ഇൻകം കൂടി. അപ്പോൾ അത് സമൂഹത്തിനും കൂടി അത് അവകാശപ്പെട്ടതാണ്. പറ്റാവുന്നവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നു മാത്രം. ഞാൻ ഒരിക്കലും എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരത്തി പറയാൻ എനിക്ക് ആഗ്രഹമില്ല എന്നുള്ളതാണ്. ജനം മനസ്സിലാക്കട്ടെ. ഇപ്പോഴത്തെ യുവ സംരംഭകരെ നമ്മൾ കാണുകയാണെങ്കിൽ അവർ രാപ്പകലോടി നടന്ന് അധ്വാനിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പം സാറാണെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് നോക്കുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്, മനസ്സിനെയും ശരീരത്തെയും ഒക്കെ സാറ് കുറച്ച് നല്ല രീതിയിൽ ഇപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാർ ശ്രദ്ധിക്കുന്നുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. എങ്ങനെയാണ് മനസ്സും ആരോഗ്യവും ഒക്കെ ഇത്രയും വലിയൊരു ബിസിനസ്സിൻ്റെ തലപ്പത്തിരിക്കുമ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നത്? അല്ല, അത് എഗെയിൻ നമ്മുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് അല്ലെങ്കിൽ പണം വർദ്ധിപ്പിക്കാനായിട്ട് ഞാൻ ആക്രാന്തം കാണിക്കാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എനിക്ക് ആ പ്രോഡക്റ്റ് ജനങ്ങൾ സന്തോഷത്തോടെ വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അധികമുള്ളത്. അല്ലെങ്കിൽ ആ സർവീസ്, ഇപ്പോൾ വണ്ടർല ഒരു സർവീസാണല്ലോ. അതേമാതിരി ഇപ്പം ഞാൻ എൻ്റെ 62ാമത്തെ വയസ്സിലാണ് പുതിയൊരു ഏർപ്പാട് തുടങ്ങിയത്, വിഗാലാൻഡ് ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുന്നത്. അത് കാരണം അപ്പോഴേക്കും മക്കളൊക്കെ ബിസിനസ്സിൽ ആക്റ്റീവായി. അപ്പോൾ അവർ ആക്റ്റീവായിട്ട് വർഷങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ. അപ്പോൾ ഓരോ യൂണിറ്റ് അവർ ഒന്ന് വിഗാഡ് ഒരാൾ, അണ്ടർല മറ്റേ ആൾ. ഞാൻ അതിൽ നിന്ന് ടോട്ടലി മാറി. നിങ്ങളുടെ അറിവിലേക്ക് പറയാം, ഞാൻ അതിൻ്റെ ബോർഡിൽ പോലും ഇപ്പോൾ ഇല്ല. ഓഫ് കോഴ്സ് ഷെയർ ഹോൾഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്, മതി. ടെൻഷൻ ഉണ്ടാവുമോ? അയ്യോ എന്തെങ്കിലും അവിടെ സംഭവിക്കുമോ? കാരണം നമ്മൾ വളർത്തിയെടുത്താണല്ലോ, അങ്ങനെ ടെൻഷൻ തോന്നുമോ? എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്നാലും എനിക്ക് വിരോധമില്ല. ഞാൻ അവിടെ നിന്ന് മാറി എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചത് തന്നെ അത് എൻ്റെ ഉത്തരവാദിത്തമല്ല.
ഈ ബിസിനസ് വളർത്തിക്കൊണ്ട് വരുന്നതിൽ ചോദ്യം കറക്റ്റാണ് എനിക്കറിയില്ല, സാറിന് ഇതിൽ ഏത് ബിസിനസ്സാണ് കൂടുതൽ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്ന്? സ്റ്റെബിലൈസർ ആണോ അതോ വണ്ടർലേ ആണോ? ഏതാണ് സാറിന് കൂടുതൽ നമുക്ക് 3 കുട്ടികളുണ്ടെന്ന് ഏതിനാണ് ഇഷ്ടം? ഏതിനാ ഇഷ്ടം എന്ന് ചോദിക്കാൻ പാടൂ. അതില്ല, എങ്കിലും നമുക്ക് മൂത്ത കുട്ടീനോട് ചിലർക്ക് ഇഷ്ടമുണ്ട് പറയില്ലേ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയും മൂത്തുകുട്ടീനെയും കല്യാണം കഴിച്ചു കൊടുത്തു, രണ്ടാമത്തേന് കെട്ടുകൊടുത്തു. ഇപ്പോൾ ഏറ്റവും ഇളയ കുട്ടിയുടെ കൂടെയാണ് ഞാൻ. അതായത് വികാലൻ ഡെവലപ്പേഴ്സ് കൺസ്ട്രക്ഷൻ കമ്പനി, അതിനകത്ത് ഞാൻ സീരിയസ് ആണ്. അത് വളർത്തിക്കൊണ്ടുവരും. അതൊരു പബ്ലിക് ഇഷ്യൂ പോകുന്ന വരയ്ക്ക് ഞാൻ വെറുതെ ഇരിക്കില്ല. സാറിന് ഇപ്പം ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു സജഷൻ കൊടുക്കാനുണ്ടോ? നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ബിസിനസ് ചെയ്യുമ്പോൾ എന്നൊക്കെ. ഞാൻ അഗെയിൻ പറയുകയാണ്, ഞാനൊരു ഇതുവരെയുള്ളൊരു എക്സ്പെർട്ടൊന്നുമല്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ സമയം കൊണ്ട് ബാക്കിയുള്ളവരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ, ധാരാളം ഫെയിലിയർ സ്റ്റോറീസ് ഞാൻ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് വിജയിച്ചു അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അതായത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി നടക്കില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ ജനം തിരിച്ചറിയും, ജനം നമ്മളെ തൂത്തെറിയും. അല്ലെങ്കിൽ കസ്റ്റമറാണ് നമ്മളെ നിലനിർത്തുന്നത്. കസ്റ്റമർ സെൻട്രിക് അല്ലാത്തിടത്തോളം കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് തോന്നാറുണ്ട്. അതിന് നമുക്ക് പ്രോഡക്റ്റിന് ക്വാളിറ്റി വേണം, ക്വാളിറ്റി മാത്രം പോരാ, അതിനകത്ത് ഇന്നോവേഷൻ വേണം, അതിനകത്ത് കോസ്റ്റ് കൺട്രോൾ വേണം, കോസ്റ്റ് ഇഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെ ഒരു ലിസ്റ്റ് അങ്ങ് എഴുതാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നൊരു 25 കാര്യം വേണമെങ്കിൽ ഞാൻ എഴുതാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആസ് എ കസ്റ്റമർ, നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരാളാന്നുള്ള നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കണ്ടുപിടിക്കാമെന്നുള്ള, അതിന് വലിയ MBA ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. വെരി സിമ്പിൾ. അതായത് കസ്റ്റമർ എന്താഗ്രഹിക്കുന്നു അത് തരത്തിൽ എങ്ങനെ ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലരെ എനിക്കറിയാം, ചില കമ്പനികൾ ഗ്യാരണ്ടി പീരീഡിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം കംപ്ലൈൻറ്റ് വന്നാലും ഉടനെ ഹെവി ആയിട്ട് ചാർജ് ചെയ്യും. ഗ്യാരണ്ടി കഴിഞ്ഞില്ലേ, നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അത് ഇങ്ങനെ കാണിക്കുന്നത്, അതിന് ഇത്ര രൂപ അടയ്ക്കണം, ഏത് പ്രോഡക്റ്റിൻ്റെ നല്ലൊരു എമൗണ്ട് അടയ്ക്കണം എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ എല്ലായിടത്തും ഒരു എന്താ പറയുക, ഒരു ഹ്യൂമൻ സെൻട്രിക് ആവണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. താങ്ക് യു സാർ, ഇത്രയും സമയം. ഓക്കെ, ഗുഡ്. താങ്ക് യു.